ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പണി കിട്ടിയിട്ടുള്ള ആ സബ്ജക്റ്റ് ഏതാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ എല്ലാ വർഷവും ഇമ്പ്രൂവ് ചെയ്യുന്ന ആ വിഷയം ഏതാണെന്ന് അറിഞ്ഞാൽ മതി. അത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ മാത്സോ അല്ലെങ്കിൽ ഫിസിക്സോ അക്കൗണ്ടൻസിയോ ഒന്നുമല്ല, അത് ഇംഗ്ലീഷാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇങ്ങനെ വില്ലനാവുന്നത്? യെസ്, നമുക്ക് അറിയാം, അത് തോറ്റത് കൊണ്ട് മാത്രമൊന്നുമല്ല ഈ പറയുന്ന പോലെ കുട്ടികൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫിസിക്സ് മാത്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, കൂടെ ഇംഗ്ലീഷും ഇമ്പ്രൂവ് ചെയ്യും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആ മാർക്ക് എവിടെ കിട്ടിയിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പേ കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ പറയാനുള്ള ഒരു കഥ ഇതാണ്. നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞ് നിരാശപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലർക്കും. അത് മലയാളം മീഡിയക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ CBSE-കാർക്കോ സ്റ്റേറ്റുകാർക്കോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു 10th സ്റ്റാൻഡേർഡിലും നമ്മുടെ പരീക്ഷ 80 മാർക്ക് തന്നെയായിരുന്നു അല്ലേ? ഇംഗ്ലീഷ് ഇപ്പോഴും നമുക്ക് എത്രയോ മാർക്കിൽ തന്നെയാണ്? 80 മാർക്ക് തന്നെയാണ്. ഈ 80 മാർക്കിൻ്റെ പരീക്ഷയാണല്ലോ, ഇംഗ്ലീഷ് ആണല്ലോ, ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പരീക്ഷകൾ എഴുതി വന്നതാണല്ലോ എന്നൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഹയർ ലെവലുള്ള എക്സാമിനേഷനാണ്. ഈ ഹയർ ലെവലിലുള്ള ആൻസേഴ്സ് ആവില്ല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അല്ലാതെ ഗ്രാമർ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ചാപ്റ്റേഴ്സ് അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്കറിയാം, സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്കറിയാം. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാം ഹാളിലേക്ക് കയറുന്നത്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്തതാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിനൊരു പ്രയർ ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടില്ല. ബാക്കിയുള്ള സബ്ജക്ട്സിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഇംഗ്ലീഷിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആൾക്കാർക്കും ഈ മാർക്ക് കുറയുന്നത്. +1 നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ മാർക്ക് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും +2 നമുക്ക് A+ നഷ്ടപ്പെടുക തന്നെ ചെയ്യും അല്ലേ? ഒരു നല്ല ശതമാനം മാർക്ക് നമുക്ക് ഇവിടെ കുറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ല. +1 +2 നമുക്ക് അതിന് ഫുൾ A+ എന്ന രീതിയിലേക്ക് പോകാൻ പറ്റൂല. ഈ മികച്ച വിജയം കരസ്ഥമാക്കുന്ന അല്ലെങ്കിൽ ആ ഫുൾ A+ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ പലപ്പോഴും 5 A+ ഒരു Aയുമായിട്ട് മാറാറുണ്ട്. അതും ഈ പറഞ്ഞ വില്ലൻ തന്നെയാണ്, ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലാംഗ്വേജിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലാംഗ്വേജിനെ എങ്ങനെയാണ് സാറേ ഇമ്പ്രൂവ് ചെയ്യുക? അത് നമ്മൾ നന്നായിട്ട് വായിക്കുകയും അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ എഴുതി ശീലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇനി അതിനൊന്നും സമയമില്ല അല്ലേ? നമുക്ക് ഒരു മാസം കഷ്ടിച്ച് ഇന്നേയുള്ളൂ പരീക്ഷയ്ക്ക്. സോ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഗ്രാമറിന് ആകെ ചോദിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ വെറും 12 മാർക്കോ അല്ലെങ്കിൽ ഒരു 8 മുതൽ 12 മാർക്കൊക്കെയാണ് ചോദിക്കുക. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 2023 പബ്ലിക് എക്സാമിനേഷൻ +1 പബ്ലിക് എക്സാമിനേഷന് വെറും 12 മാർക്കിനാണ് എന്ത് ചോദിച്ചത്, ഗ്രാമർ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഗ്രാമറിനും 12 മാർക്കിന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്? ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ഈ പറഞ്ഞ ഡിസ്കോഴ്സസ്, ഈ പറഞ്ഞ അവർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡിസ്കോഴ്സസ്, അതുപോലെ തന്നെ ഗ്രാമർ കാര്യങ്ങൾക്കൊക്കെയാണ് മൊത്തത്തിൽ മാർക്ക്. പക്ഷേ ഈ പറഞ്ഞ ഡിസ്കോഴ്സസിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ആ ഏരിയ എന്ന് പറഞ്ഞാൽ 6 മാർക്കിൻ്റെ ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ഏകദേശം 6 × 5 30 മാർക്കാണ് നമ്മളവിടെ എഴുതിയെടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 30 മാർക്കിൻ്റെ ഏരിയയും പിന്നെ ഏറ്റവും അവസാനം വരുന്ന 16 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗം. മറ്റത് ഈ ഗ്രാമറൊക്കെ എങ്ങനെയായാലും നമുക്ക് എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുന്ന, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ മാത്രമാണ്, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചത് ഹാസും ഹാവും ഒക്കെ ഉപയോഗിക്കുന്നതും അതുപോലെ ടെൻസുമായി ബന്ധപ്പെട്ടതും അതുപോലെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യമൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഗ്രാമറാണ് ചോദിക്കാറ്. സോ ഗ്രാമറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ടെൻസ്ഡ് ആവണ്ട. പക്ഷെ അത് മനസ്സിലാക്കി വെക്കണം. അതിന് നമുക്കൊരു മാരത്തോണൊക്കെ മതി. ഓക്കെ, ഒരൊറ്റ ക്ലാസ്സൊക്കെ കേട്ടാൽ തന്നെ നമുക്കത് പെട്ടെന്ന് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത് വന്നാൽ ഇന്നതാണ് എന്നൊരു ഒരു കത്തൽ നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഏതെല്ലാം ചാപ്റ്റേഴ്സ്? 19 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. എവിടെ? +1 എക്സാമിനേഷന്
19 ചാപ്റ്റേഴ്സാണ്. 6 യൂണിറ്റുകളിലായിട്ട് 19 ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്റേഴ്സിന് എങ്ങനെയൊക്കെയാണ് വെയിറ്റേജുകൾ ഉള്ളത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും എവിടെ നിന്ന് തുടങ്ങണം, അവസാനം തുടങ്ങിയാലോ, അല്ലെ അതല്ല ഇനി ചോദിക്കാനുണ്ടാവുക ഏറ്റവും കൂടുതലും. എന്നാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏത് യൂണിറ്റ് നിന്നാണെന്ന് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എസ്എ ക്വസ്റ്റ്യൻസ് വരിക, ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് അറിഞ്ഞു വെച്ചാൽ, ഈ ഒരു അവസാന സമയം നമ്മളൊന്ന് അറിഞ്ഞു വെച്ചാൽ, അതുപോലെ തന്നെ ഓരോ ഡിസ്കോഴ്സസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും ഈ ബ്ലേബ് റൈറ്റിംഗ് ആണെങ്കിലും ഗിവിങ് അഡ്വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ജോബ് അപ്ലിക്കേഷനോ ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ടാക്റ്റിക്ഫുള്ളി ഫുൾ മാർക്ക് വാങ്ങിക്കണം, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ പ്രൊഫൈൽ എഴുതാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. കഴിഞ്ഞ വർഷം ഉറപ്പായിട്ടും ചോദിച്ച ഒരു ചോദ്യമാണ് പ്രൊഫൈൽ എഴുതാൻ. ഈ പ്രൊഫൈലിൽ ഒരു മാർക്ക് പോലും കുറയാതെ നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം, അതിനുള്ള ടിപ്സാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ എക്സാമിനേഷൻ എപ്പോഴും മക്കളെ ഒരു ട്രിക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിച്ചവന് കിട്ടുന്നതല്ല ഫുൾ മാർക്ക് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് പഠിക്കൊന്നും വേണ്ട, നമ്മൾ അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഒരു കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം ചോദ്യങ്ങൾ, ഏതൊക്കെ ചാപ്റ്റേഴ്സ്, എത്ര വെയിറ്റേജ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിനപ്പുറത്തേക്ക് ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടും മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു തരുന്ന ചില ടിപ്സും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വലിച്ചു നീട്ടി ഒന്ന് വിശദമാക്കിയിട്ട് എഴുതണം. കുറച്ച് അത്യാവശ്യം നമ്മൾ എഴുതാനുണ്ട്. ഇതുപോലെ തന്നെ പല ആളുകൾക്കുള്ള സംശയമാണ്, എത്ര എഴുതണം ഓരോ മാർക്കിനും. 8 മാർക്കിന് എത്ര പേജ് എഴുതണം, അല്ലെങ്കിൽ 6 മാർക്കിന് എത്ര പേജ് എഴുതണം, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെത് എത്ര പേജ് എഴുതണം, ഇതൊക്കെയാണ് നമ്മളെ ഡൗട്ട്സ്. ഇത് പലപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ഈ CBSE കാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുറഞ്ഞു പോകാറുണ്ട് എഴുതുന്നത്. ആ എഴുത്ത് കുറഞ്ഞു പോകുന്നതാണ് ഈ 10th കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കുറയും. ആ ഒരു എത്ര എഴുതണം, അതുപോലെ അതിൽ എന്തെല്ലാം ഓരോ പാരഗ്രാഫിലും നമ്മൾ എന്തെല്ലാമാണ് എഴുതി വെക്കേണ്ടത്, ഓരോ ചാപ്റ്റേഴ്സിനും എന്തെല്ലാം ചോദ്യങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഗ്രാമർ ഇന്നത് വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, അതുപോലെ തന്നെ ഏതെല്ലാം യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് A+, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അത് നിങ്ങൾ ഇനിയിപ്പോൾ എത്ര ഡൗൺ ആയി കിടക്കുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ, ഇതെങ്ങനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കി തരാനാണ് നാളെ കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് ഉള്ളത്. മാരത്തോൺ ലൈവിനകത്ത് ഇംഗ്ലീഷിൻ്റെ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് നൽകുകയാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സിനും വെയിറ്റേജ് വെച്ചിട്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ഗ്രാമർ, ഏതെല്ലാം ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇപ്പോൾ ലെറ്റർ ആണെങ്കിൽ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ബ്ലേബ് എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞുതരും. ഒരൊറ്റ ലൈവ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, അടിപൊളിയായിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന മോഡൽ എക്സാമിനേഷന് വളരെ സീരിയസ് ആയിട്ട് കാണണം. കാരണം പല ആൾക്കാരും അത് ക്ലാസ് മോഡൽ എക്സാം അല്ലേ, പബ്ലിക് എക്സാമിന് പഠിച്ചാൽ പോരെ, എന്തിനാ അവിടെ നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ഉള്ളൊരു വലിയ പോരായ്മയാണ് എന്ത്, ഇതുവരെ പ്രാക്ടീസ് ചെയ്യാതെ വന്നു എന്നുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള, പരീക്ഷയുടെ മുമ്പ് അവസാനമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ മോഡൽ എക്സാമിനേഷൻ. എഴുതി തന്നെ ശീലിക്കേണ്ട ഒരു പരീക്ഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒക്കെ അങ്ങനെ തന്നെയാണ്. എഴുതി തന്നെ നമ്മൾ ശീലിക്കണം. ഓക്കെ, അല്ലാതെ നമുക്കൊക്കെ അറിയാം, മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എഴുതി ശീലിക്കാനുള്ള ഒരു സമയം, ഒരു അവസരമാണ് നമ്മുടെ ഈ ഒരു പരീക്ഷ എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, മെനക്കെടുക, ഒന്ന് ലൈവ് സൂപ്പറായിട്ട് കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. പരീക്ഷ ഹാളിൽ പോയിട്ട് ആ 2.5 മണിക്കൂർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. പബ്ലിക് എക്സാമിന് ഇരിക്കുന്ന അതേ ഹീറ്റിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. പ്ലസ് നമുക്ക് ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, പേപ്പർ കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ സമയത്ത് പരീക്ഷയിലേക്ക് പിന്നെ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പബ്ലിക് എക്സാമിനേഷന് പോകാൻ പറ്റും. അവിടെ മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയും ചെയ്യാം, എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു മാർക്ക് പോയി. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, മുന്നേറുകയും ചെയ്യണം. അതിനൊക്കെ നമുക്ക് വഴിയൊരുക്കുന്നത് ഈ മോഡൽ എക്സാമാണ്. സോ ബി അലേർട്ട്, നന്നായിട്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾക്ക് മാർക്ക് നന്നേ കുറഞ്ഞു പോയ ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ അതിലൊരു പ്രശ്നം ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായി ഇരിക്കുക, ഫോക്കസ്ഡ് ആയിരിക്കുക. താങ്ക് യു.